ട്രംപിനേക്കാളൊക്കെ വാറിന്റെ ഇൻഫർമേഷൻ ഇവിടെ ഏറ്റവും ആദ്യത്തെ ഒരാളുണ്ട് ഇവിടെ, മധു കൊട്ടാരക്കര. അപ്പൊ അന്ന് മധുജിയോടാണ് ക്വസ്റ്റ്യൻ, ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും? അതിനെക്കാട്ടിലും എളുപ്പം ഞാൻ ഇന്ന് ഇവിടുന്ന് കടന്നു പോകും എന്നുള്ളത് ചോദിച്ചാൽ മതിയായിരിക്കും. ശരിക്കും ഇന്ന് ഓഗസ്റ്റ് 1 നല്ല ഐശ്വര്യമുള്ള ദിവസമാണ്. 12 മണിക്കാണ്. ബിജു തോണിക്കടവിലും ടീമിനും ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പറ്റിയ പ്രോഗ്രാം, ആദ്യത്തെ പ്രോഗ്രാമാണ്, മറക്കരുത്. അപ്പോൾ കൺഗ്രാലേഷൻസ്. അതുമാത്രമല്ല, ഇനി 1-ാം നമ്പർ കാറിൽ പോകാൻ സാധ്യതയുള്ള 2 ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഇറാൻ യുദ്ധത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് യുദ്ധം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. കാര്യം US കോൺഗ്രസ്സിന് മാത്രമേ ഒരു യുദ്ധം അമേരിക്ക ഇൻ വാർ എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. ഇത് ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ്, അതാണ് കറക്റ്റ് ടെർമിനോളജി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഒരു പെൻറ്റഗണിൻ്റെ പ്രോജക്റ്റ്, അത് വളരെ ഡീറ്റെയിൽഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 1000കണക്കിന് പേജുകളുള്ള ഇതിനകത്ത് എന്തൊക്കെയാണ് അമേരിക്ക നേരിടുന്ന ഭീഷണി, എത്ര ദിവസം ഇത് പോകണം, എത്ര സൈനികർ ഇതിൽ മരണപ്പെടാം, എത്ര പൈസ ചെലവ് വരും, ഇതിൻ്റെ എക്സിറ്റ് സ്ട്രാറ്റജി, ജിയോ പൊളിറ്റിക്കലി ഏതൊക്കെ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിര് വരാം, എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ അമേരിക്ക ഒറ്റപ്പെടും ഉള്ള സാധ്യത, ഇതൊക്കെ വെച്ചിട്ടൊരു വലിയൊരു പെൻറ്റഗണിൻ്റെ ഒരു പ്രോജക്റ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കൈമാറിയിട്ട് അവിടെ തന്നെ ഒരു ഹെൽത്തി ഡിബേറ്റ് നടക്കും. അപ്പം ഈ പ്രോജക്റ്റിനെ അപ്രൂവ് ചെയ്യുന്നവരും അപ്രൂവ് ചെയ്യാത്ത ആൾക്കാരും എല്ലാം അഡ്മിനിസ്ട്രേഷനുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലൊക്കെ ഒരു അമ്മ പോലെ അവിടെ സൂസി വെയിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അവരെ പറ്റി അധികം പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ബിഹൈൻഡ് ദ സീനിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ട്രംപ് എവിടെയെങ്കിലും പോയി ഒരു തെറ്റായ ഒരു കാര്യം സംസാരിച്ചിട്ട് തിരിച്ച് ട്രംപിൻ്റെ പ്ലെയിനിൽ കയറുന്നുണ്ടെങ്കിൽ സൂസിയാണ് ചെവിക്ക് പിടിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് പറയുന്നത്. സൂസി വൈൽസും ഒക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നതിനെ എതിർത്ത ആൾക്കാരായിരുന്നു, JD വാൻസ് ഉൾപ്പെടെ. അപ്പോൾ ഈ ഹെൽത്തി ഡിബേറ്റ് കഴിഞ്ഞിട്ട് US പ്രസിഡന്റ്, സർവ്വസൈന്യാധിപൻ കൂടിയാണ്, അദ്ദേഹം കൺവിൻസ്ഡ് ആയതിനു ശേഷമാണ് ആ പ്രോജക്റ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഹീസ് ഔട്ട് ഓഫ് ദ പിക്ചർ ടെക്നിക്കലി. പിന്നെ പെൻറ്റഗണാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഇറാൻ വാറിൽ തന്നെ പറഞ്ഞു പോകാം. ഈ ഇറാൻ വാറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യമായിട്ട് വാറിൽ ഉപയോഗിക്കുന്നത് ഇറാൻ വാറിലാണ്. കാരണം ആദ്യത്തെ 24 മണിക്കൂറിൽ 1000 ടാർഗറ്റ്സ് ആണ് അറ്റാക്ക് ചെയ്തത്. ഈ 1000 ടാർഗറ്റ്സ് ഒരു ഹ്യൂമൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമേരിക്കയിലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളുടെ ഒരു ലോങ് ടൈം പ്രോജക്റ്റിൽ കൂടി തന്നെ എപ്പിക് ഫ്യൂറിയിൽ വന്നാണ്. ആദ്യത്തെ 4 ദിവസം കൊണ്ട് 2000 ടാർഗറ്റ്സാണ് പിന്നെ അമേരിക്കയും ഇസ്രായേലും കൂടെ കോമണായിട്ട് അവർ ചെയ്തത്. ഇതിനകത്ത് നെതന്യാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിലൊക്കെ കുറേയൊക്കെ സത്യമുണ്ട്. കാരണം നെതന്യാഹുവിൻ്റെ സ്കെഡ്യൂൾഡ് വിസിറ്റ് ഫെബ്രുവരി 17 പക്ഷേ നെതന്യാഹു വൈറ്റ് ഹൗസിൽ പെട്ടെന്ന് ഫെബ്രുവരി 11 എത്തുന്നു. സാധാരണ നോർത്ത് ഗേറ്റ് വഴിയാണ് US പ്രസിഡന്റ് വേറൊരു രാജ്യത്തിൻ്റെ ആളെ വരുമ്പോൾ സ്വീകരിക്കുന്നത്. ഇത് സൗത്ത് ലോൺ വഴിയുള്ള ഡോറിൽ കൂടെ വളരെ പെട്ടെന്ന് കയറിപ്പോകുമായിരുന്നു. മീഡിയയുടെ കണ്ണുവെട്ടിച്ചിട്ട് സിറ്റുവേഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. നെതന്യാഹു ഇദ്ദേഹത്തെ ട്രംപിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അതായത് കാണിച്ചു കൊടുത്തു ഇവരുടെ മൂവ്മെൻറ്റ്സ്, അതായത് അയത്തുള്ള അലി ഖൊമൈനിയും അവരുടെ. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു US പ്രസിഡന്റിന് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരേ ഒരു ചാൻസ് ആണ്, അത് ഇപ്പോൾ പ്രയോഗിക്കുകയാണ്. പിന്നെ അതൊരു പ്രസിഡൻഷ്യൽ ഡിസിഷനായിട്ട് മാറുകയാണ്. അപ്പം അമേരിക്കയുടെ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. എത്ര പേർക്കറിയാം, ന്യൂയോർക്കിൽ ഒരു ചൈനയുടെ പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ അനിയൻ ജോർജ് നമ്മളെ നാടിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചൈനക്കാരനാണെങ്കിൽ ഇവർ തന്ത്രപൂർവ്വം OCA കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് ഈ ന്യൂയോർക്കിൽ കൊണ്ടുവരുന്നു. ഇത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അവിടുന്ന് നേരെ ഡീപ്പോർട്ട് ചെയ്യുകയാണ്. US-ന്റെ മിലിറ്ററി ക്യാമ്പുകളുടെ എല്ലാം അടുത്ത് ചൈനക്കാരുടെ ഏക്കർ കണക്കിനുള്ള ഭൂമിയുണ്ട്. ചൈനക്കാർ ഒരു $1 മില്യൺ ഒരു പാർക്ക് വാഷിങ്ടൺ DC ക്യാപിറ്റൽ ഹില്ലിന് അടുത്ത് ഫ്രീ ആയിട്ട് പണിയാമെന്ന് പറഞ്ഞു. ഒരു FBI ഓഫീസറിന് ഒരു ഡൗട്ട് അടിച്ചിട്ട് നോക്കിയപ്പം ഈ ചൈനയിൽ നിന്ന് വരുന്ന ഈ മകുടത്തിൻ്റെ സെൻസേഴ്സ് ഉണ്ട്.
കാര്യം അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും അമേരിക്ക അണ്ടർ ത്രെറ്റാണ്. ആ ത്രെറ്റ് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഹോർമൂസ് കടലെടുപ്പ് വഴി ഏതാണ്ട് 20% ലോകത്തിൻ്റെ എണ്ണ അല്ലെങ്കിൽ പ്രകൃതിവാതകങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് ലോക വിപണിയെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ പറയുമ്പോൾ നമ്പേഴ്സ് കറക്റ്റാണ്. പക്ഷേ ഈ 20% എന്ന് പറയുന്നത് വെറും 5 രാജ്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. വെറും 5 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രം അപ്രൂവ് ചെയ്തിരിക്കുന്നത് 193 രാജ്യങ്ങളാണ്. ഇതിൽ 5 രാജ്യങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ചൈനയാണ് ഉപയോഗിക്കുന്നത്. ചൈന ഏതാണ്ട് 33% ഹോർമൂസ് കടലെടുത്തു. രണ്ടാമത് ഇന്ത്യയാണ് വരുന്നത്. അപ്പം ഒരു ദിവസം 7.9 മില്യൺ ബാരൽ ചൈന കൊണ്ടുപോകുമ്പോൾ ഇന്ത്യ കൊണ്ടുപോകുന്നത് 3.9. അത് കഴിഞ്ഞ് സൗത്ത് കൊറിയ, അതുപോലെ തന്നെ ജപ്പാൻ, പിന്നെ അമേരിക്കയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങളായിരിക്കും 100%. ഈ 5 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്നതാണ് ഈ ഹോർമൂസ് കടലെടുപ്പ് വിഷയം. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ ഹോർമൂസ് കടലെടുപ്പിൽ കൂടെ പുറത്തു വരുന്നത് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്. അപ്പം മറ്റവർക്കെല്ലാം റഷ്യൻ എണ്ണ മതി, അല്ലെങ്കിൽ ഇപ്പം വെനിൻസുല എണ്ണ, വെനിൻസുല ഓയിലിൻ്റെ സെയിൽ ഇപ്പോൾ നടക്കുന്നത് $500 കോടി കഴിഞ്ഞ മാസം നടക്കുന്നത്. അപ്പം കടലിൽ ഓൺ ദ സ്പോട്ട് സെയിൽസ് നടക്കുന്നുണ്ട്. ഈ ഇറാൻ യുദ്ധം എന്നാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്തൊക്കെയോ ടാർഗറ്റ്, അവരുടെ ലക്ഷ്യങ്ങളുണ്ട്, ഗോൾസ് ഉണ്ട്, വാർ ലോബിക്ക് ഗോൾസ് ഉണ്ട്. ആ ഗോൾസുകൾ എന്നാണ് അച്ചീവ് ചെയ്യുന്നത് അന്ന് നിൽക്കും. ഇത് എൻ്റെ ഇതിൽ ഇറ്റ്സ് എ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം. അപ്പോൾ